ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡു ഗാർനെറ്റ്. എഡു ഗാർനെറ്റിൻ്റെ ഈ ആഴ്ചത്തെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർ ആണ്. നമുക്കറിയാം, ഇത്തവണത്തെ ഒളിമ്പിക്സ് 2024 നടക്കുന്നത് ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിലാണ്. എല്ലായ്പ്പോഴും എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന വർഷം നടക്കുന്ന സ്പോർട്സ് ഇവൻ്റ്, അതിന് മുൻപുള്ള വർഷം എവിടെയാണ് ഈ സ്പോർട്സ് ഇവൻ്റ് നടന്നിരിക്കുന്നത്, ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് എവിടെയാണ് എന്നുള്ള കാര്യം കൃത്യമായി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞു, നിലവിലെ സാഹചര്യത്തിൽ ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിലാണ്. പാരീസിലെ ഒളിമ്പിക്സിനെ 2024 എന്നാണ് അറിയപ്പെടുന്നത് എന്നും പറഞ്ഞു. അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് 2028 ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ്. ഇതിന് മുൻപ് നടന്നത് 2021 പക്ഷേ ഈ ഒളിമ്പിക്സിൻ്റെ പേര് എന്ന് പറയുന്നത് ഒളിമ്പിക്സ് 2020 എന്നായിരുന്നു. ടോക്കിയോയിൽ വെച്ചായിരുന്നു 2021 വെച്ച് നടന്ന ഒളിമ്പിക്സിൻ്റെ വെന്യൂ എന്ന് പറയുന്നത്. നമുക്കറിയാം, ജപ്പാൻ്റെ ക്യാപിറ്റലാണ് ഈ ടോക്കിയോ എന്ന് പറയുന്നത്. ഇത്തവണത്തെ ഒളിമ്പിക്സിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒളിമ്പിക്സിൻ്റെ സോങ് എന്ന് പറയുന്നത് പാരേഡാണ്. പരേഡ് എഴുതിയത് വിക്ടർ ലീ മാൻസിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നമ്മളുടെ പാരീസ് ഒളിമ്പിക്സ് 2024 മോട്ടോ എന്ന് പറയുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നമ്മൾ അതിനെ മസ്കോട്ടായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫിർജാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഫ്രാൻസിൻ്റെ ഫ്ലാഗിൻ്റെ കളറാണ് ഈ ഫിർജിന് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യം മെഡൽ നേടുന്നത് മനു ഭാക്കറാണ്. 10 മീറ്റർ എയർ പിസ്റ്റലിലാണ് മനു ഭാക്കറിന് ബ്രോൺസ് മെഡൽ കിട്ടിയിരിക്കുന്നത്. മനു ഭാക്കറിൻ്റെ പ്രത്യേകത, 2 ബ്രോൺസ് മെഡലാണ് മനു ഭാക്കറിന് കിട്ടിയിരിക്കുന്നത്. അതായത് 10 മീറ്റർ എയർ പിസ്റ്റലിൻ്റെ മിക്സഡിനും മനു ഭാക്കറിന് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ മിക്സഡിൽ മനു ഭാക്കറിൻ്റെ കൂടെ ബ്രോൺസ് കിട്ടിയ വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് സർബോജ് സിംഗ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഈ ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് നമ്മുടെ ഒളിമ്പിക്സ് നടക്കുന്നത്. ഒളിമ്പിക്സിൻ്റെ ഫ്ലാഗിൻ്റെ പ്രത്യേകത നമ്മൾക്കറിയാം. ഒളിമ്പിക്സിൻ്റെ ഫ്ലാഗിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. ഈ വൈറ്റ് കളറിൽ 5 റിങ്ങുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 5 റിങ്ങുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കോണ്ടിനൻസിനെയാണ്. നമുക്കറിയാം, ലോകത്ത് മൊത്തം 7 കോണ്ടിനൻസ് ആണ് ഉള്ളത്. അതിൽ അന്റാർട്ടിക്കയിനെയും അമേരിക്കനെ രണ്ടായിട്ടുള്ള 2 അമേരിക്ക ഉണ്ട്. നമുക്ക് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്ക ഉണ്ട്. ഒന്നായിട്ടാണ് ഈ അമേരിക്കയെ കാണുന്നത്. അതുകൊണ്ടാണ് 7 കോണ്ടിനൻസ് ഉണ്ടായാലും 5 റിങ് ആയിരുന്നത്. അതായത് അന്റാർട്ടിക്കയെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, ബാക്കി എല്ലാ കോണ്ടിനൻസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ എക്സാമിനേഷൻസിൽ നമ്മളോട് അതും ചോദിക്കാറുണ്ട്, ഏത് കോണ്ടിനൻ്റാണ് ഏത് റിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ നമ്മളുടെ ഏഷ്യ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യെല്ലോ റിങ്ങും, ആഫ്രിക്കനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബ്ലാക്ക് റിങ്ങും, യൂറോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബ്ലൂ റിങ്ങും, ഓസ്ട്രേലിയ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഗ്രീനും, അമേരിക്ക റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെഡുമാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും കൂടുതൽ കാലഘട്ടം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച ഷെയ്ഖ് ഹസീന റിസൈൻ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ഇന്ത്യ ഷെയർസ് ഇറ്റ്സ് ലോങ്ങസ്റ്റ് ബൗണ്ടറി എന്നുള്ളൊരു ചോദ്യത്തിൽ നമ്മൾ ഉത്തരം നൽകുന്നത് ബംഗ്ലാദേശാണ്. ഈ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ധാക്കയാണ്. ബംഗ്ലാദേശിൻ്റെ കറൻസി എന്ന് പറയുന്നത് ടക്കയാണ് എന്നുള്ള കാര്യവും ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ ഏറ്റവും കൂടുതൽ കാലഘട്ടം പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച വ്യക്തിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്നത് ഈസ്റ്റേൺ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ്റെ കൂടെ ആയിരുന്നു ആദ്യം ബംഗ്ലാദേശ്. പിന്നീട് 1971 നടന്ന ഇൻഡോ പാകിസ്ഥാൻ വാറിനോട് അനുബന്ധിച്ചാണ് ബംഗ്ലാദേശിന് ലിബറേഷൻ കിട്ടുന്നത്. 1971 ഡിസംബർ 16 ഈ ബംഗ്ലാദേശ് രൂപീകരിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. ബംഗ്ലാദേശിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായ നമ്മളുടെ ക്യാപിറ്റലായ ധാക്കയിൽ വെച്ചാണ് ആദ്യത്തെ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ സാർക്കിൻ്റെ സമ്മേളനം നടന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. 8 അംഗരാജ്യങ്ങളാണ് സാർക്കിന് ഉള്ളത്. 1985 സാർക്ക് രൂപീകരിക്കുന്നത്. ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് നമ്മളുടെ ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലായ ധാക്കയിലാണ്. എന്നാൽ സാർക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം, ബംഗ്ലാദേശിൽ നടന്ന ഒരു സിവിൽ വാറിനോട് അനുബന്ധിച്ചിട്ടാണ് ഷെയ്ഖ് ഹസീന റിസൈൻ ചെയ്യേണ്ടി വന്നത്. പിന്നീട് ഷെയ്ഖ് ഹസീന അഭയം തേടുന്നത് ഇന്ത്യയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ബാങ്കിങ് കറണ്ട് അഫെയർ ആണ്. നമ്മളുടെ ബാങ്ക് ഓഫ് ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ
യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും MD CAയുടെയും അപ്രൂവ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ആരാണ് നമ്മളുടെ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ആയ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെയും MD CEO സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത്. ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. നമുക്കറിയാം വാരണാസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്പിരിച്വൽ ക്യാപിറ്റലാണ്. വാരണാസിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയുടെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയാണ് വാരണാസി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ പുതിയ MDയും CEOയുമായിട്ട് അവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് സിംഗിനെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ നമ്മളുടെ യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിലാണ്. ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡൽഹി ഒരു യൂണിയൻ ടെറിട്ടറിയാണ്, പൂർണ്ണമായും ഒരു സ്റ്റേറ്റ് അല്ല ഡൽഹി എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആണ്. ഇനി യൂണിയൻ ടെറിട്ടറികളിൽ ഹൈക്കോർട്ടുള്ള ഏക യൂണിയൻ ടെറിട്ടറി കൂടിയാണ് നമ്മുടെ ഡൽഹി എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഡൽഹി തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും അപ്പെക്സ് കോർട്ടായ സുപ്രീം കോർട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യവും ഓർക്കുക. അവിടുത്തെ MDയും CEO ആയിട്ട്, അതായത് യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ MDയും CEOയുമായിട്ട് നമ്മളുടെ ഇന്ദ്രജിത്ത് കമോത്രയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഡേയുടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാമിനേഷൻസിന് ഡേറ്റ്സ് ആൻഡ് ഡേ എന്ന് പറയുന്ന പാറ്റേണിൽ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരമായി വരാറുള്ളതാണ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 26. ജൂലൈ 26ൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഇത്തവണ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 26-നാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതല്ല, ജൂലൈ 26 എന്ന് പറയുന്നത് കാർഗിൽ ദിവസമാണ്. നമുക്കറിയാം കാർഗിൽ വിജയ് ദിവസ്. ഇന്ത്യ അവസാനമായിട്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് കാർഗിൽ വാറിലാണ്. 1999 ഈ കാർഗിൽ വാർ എന്ന് പറയുന്നത്. അപ്പോൾ ജൂലൈ 26 നമ്മൾ കാർഗിൽ വാറിൻ്റെ വിജയ് ദിവസമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം കാർഗിൽ യുദ്ധ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കോൺഗ്രസ് ഇതര ഭരണത്തിൻ്റെ കാലാവധി പൂർത്തീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അതായത് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ who completed his tenure from a non-Congress political party. It's ഫ്രം ഭാരതീയ ജനതാ പാർട്ടി. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. രാജ്യം ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരത് രത്നം കൊടുത്ത് അടൽ ബിഹാരി വാജ്പേയിനെ ആദരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. നമ്മൾക്ക് കാർഗിൽ ദിവസവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ കാർഗിൽ വിജയ് ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷനുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതായത് കാർഗിൽ വാറിൽ ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻ ഏതാണ് എന്നുള്ളത് ഓപ്പറേഷൻ വിജയ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാജ്നാഥ് സിംഗ് ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. നമ്മൾ എക്സാമിനേഷൻസിന് നമ്മൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ഒരു ഡിവിഷനായിട്ട് വേണം പഠിക്കാൻ. അവാർഡ്സ്, ഡേ ആൻഡ് ഡേറ്റ്സ്, സ്പോർട്സ്, മിലിറ്ററി എക്സസൈസ്, ഇതിൽ നിന്നൊക്കെയാണ് സ്ഥിരമായി ബാങ്കുകൾ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ നോക്കുന്നത് ഒരു അവാർഡാണ്. ഈ അവാർഡിൻ്റെ പ്രത്യേകത ഇത് സ്പോർട്സിൽ നിന്നുള്ള ഒരു അവാർഡ് കൂടിയാണ്. അവാർഡിൻ്റെ പേര് എന്ന് പറയുന്നത് ഒളിമ്പിക് ഓർഡർ. ഇത് നൽകുന്നത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. അപ്പം ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഏറ്റവും ഹയസ്റ്റ് അവാർഡ് എന്നറിയപ്പെടുന്ന അവാർഡാണ് ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്നത്. ഈ 142ാമത്തെ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ സെഷനിൽ വെച്ചാണ് ഈ പറയുന്ന അവാർഡ് നൽകിയിരിക്കുന്നത്. പാരീസിൽ വെച്ചാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ഇത്തവണത്തെ ഒളിമ്പിക്സ് പാരീസിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് കിട്ടിയത് മറ്റാർക്കുമല്ല, ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിവിജ്വലായ ഗോൾഡ് മെഡലിസ്റ്റായ അഭിനവ് ബിന്ദ്രയ്ക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മളെ എക്സാമിനേഷൻസിന് നമ്മളെ കൺഫ്യൂസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ അഭിനവ് ബിന്ദ്രയും ഗോൾഡ് മെഡലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ചോദ്യം ഇങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇൻഡിവിജ്വലിന് ഗോൾഡ് മെഡൽ കിട്ടിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഓപ്ഷനൊക്കെ ആയിട്ട് നീരജ് ചോപ്ര തരും. പക്ഷേ ഓർക്കുക, അത് അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്രയ്ക്ക് ഷൂട്ടിങ്ങിനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് ഗോൾഡ് മെഡൽ കിട്ടുന്നത്. എന്നാൽ ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ആദ്യമായി ഗോൾഡ് മെഡൽ കിട്ടുന്നത് നീരജ് ചോപ്രയ്ക്കാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നീരജ് ചോപ്രയ്ക്കാണ് അത്ലറ്റിക്സിൽ ആദ്യമായിട്ട്
ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് കിട്ടുന്നത് നമ്മുടെ അഭിനവ് ബിന്ദ്ര, അതായത് ഇപ്പം നമ്മൾക്ക് കിട്ടിയ ഹയസ്റ്റ് അവാർഡ് കിട്ടിയ അഭിനവ് ബിന്ദ്രയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഷൂട്ടിങ്ങിനാണ്. ഷൂട്ടിംഗ് ഒരു അത്ലറ്റിക് ഇനമല്ല. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ആദ്യം ഗോൾഡ് മെഡൽ നേടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഷൂട്ടിങ്ങിൽ ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് കിട്ടുന്ന മെഡൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രോൺസ് മെഡലാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത മനു ഭാക്കറാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ഏറ്റവും ഹോട്ട് ടോപ്പിക്കായിട്ട് വരുന്ന ഒന്നാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൻ്റെ പേര് നൽകിയതിന് ശേഷം ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് എന്നൊക്കെ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയെക്കുറിച്ചല്ല, സൗത്ത് ആഫ്രിക്കയിലെ നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ട് നെൽസൺ മണ്ടേല ലെഗസി സൈറ്റ്സിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സുമായിട്ട് മാർക്ക് ചെയ്തു എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ വെച്ച് നടന്ന സമ്മിറ്റിലായിരുന്നു ഈ അംഗീകാരം നൽകിയത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾക്കിത് വളരെ പ്രാധാന്യമായിട്ട് വന്നിരിക്കുന്നത്. നമ്മളുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 46ാമത്തെ സെഷൻ ഇത്തവണ നടന്നത് ഇന്ത്യയുടെ ക്യാപിറ്റലായ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. ആ സമയത്താണ് സൗത്ത് ആഫ്രിക്കയിലെ ഈ നമ്മളുടെ നെൽസൺ മണ്ടേലയുടെ ലെഗസി സൈറ്റ്സിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. നെൽസൺ മണ്ടേല നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. ഗാന്ധി ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ഇന്ത്യയുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരത് രത്നം നൽകിയ 2 വിദേശികളിൽ അവസാനത്തതും രണ്ടാമത്തേതുമായ വ്യക്തി എന്ന് പറയുന്നത് നെൽസൺ മണ്ടേലയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇന്ത്യ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയ ഭാരത് രത്ന 2 പേർക്കേ നൽകിയിട്ടുള്ളൂ. ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് പാകിസ്ഥാൻകാരനായ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന, ഫ്രണ്ടിയർ ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഗാന്ധി ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന നെൽസൺ മണ്ടേലയാണ്. നമ്മൾ പറഞ്ഞു യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ്സുകൾ നമ്മളോട് എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ 43 യുനെസ്കോ സൈറ്റുകളാണ് ഉള്ളത്. ഇതിൽ സ്ഥിരമായി ചോദിക്കാറുള്ളത് നമ്മളുടെ ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ചാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ എവിടെയാണ് എന്ന് സ്ഥിരമായി ചോദിക്കാറുള്ളത്. അതുപോലെ സുന്ദർബൻ നാഷണൽ പാർക്ക്, ഇന്ത്യയിൽ സുന്ദർബൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. നമ്മളുടെ ബംഗാളിലാണ് സുന്ദർബൻ നാഷണൽ പാർക്ക് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ നമ്മളുടെ ഉത്തരാഖണ്ഡിലെ നന്ദാദേവി നാഷണൽ പാർക്ക്, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, ഇതെല്ലാം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സൈറ്റുകളാണ് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് സ്റ്റാറ്റിക് ജികെയിൽ നാഷണൽ പാർക്കുകൾ, ടൈഗർ റിസർവ്സ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ തവണ നമ്മളോട് ചോദിക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഇതിന് യുനെസ്കോയുടെ അംഗീകാരം കൂടി ഉണ്ടെങ്കിൽ അത് എക്സാമിന് ഏറെക്കുറെ ഷുവർ ഷോട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹോണററി ഡോക്ടറേറ്റിനെ കുറിച്ചാണ്. IIT ഖരഗ്പൂർ ആണ് ഈ ഓണററി ഡോക്ടറേറ്റ് കൊടുത്തിരിക്കുന്നത്. IIT ഖരഗ്പൂരിൻ്റെ ഈ ഓണററി ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്ന വ്യക്തികളാണ് നമ്മളെ ഈ കറണ്ട് അഫെയറിലേക്ക് അട്രാക്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്. IIT ഖരഗ്പൂരിൻ്റെ തൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. അവരെ നമ്മൾ ഒരു കോളേജിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെയോ സ്റ്റുഡൻസ് എന്നറിയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് അൽമ മാറ്റർ എന്നാണ്. ഇത് സാധാരണഗതിയിൽ എക്സാമിനേഷൻസിന് ഇംഗ്ലീഷ് സെഷനിൽ ചോദിക്കാറുള്ളതാണ്. അൽമ മാറ്റർ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. അതായത് ആ സ്കൂളിലെയോ യൂണിവേഴ്സിറ്റിയിലെയോ സ്റ്റുഡൻസിനെയാണ് നമ്മൾ അൽമ മാറ്റർ എന്ന് പറയുന്നത്. അപ്പം IIT ഖരഗ്പൂരിൻ്റെ അൽമ മാറ്ററായ ഗൂഗിളിൻ്റെ CEO സുന്ദർ പിച്ചയ്ക്കാണ് ഈ ഓണററി ഡോക്ടറേറ്റ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം സുന്ദർ പിച്ചയും അദ്ദേഹത്തിൻ്റെ സ്പൗസ് എന്ന് പറയുന്നത് വൈഫിനെ അല്ലെങ്കിൽ പാർട്ട്ണറിനെയാണ് നമ്മൾ സ്പൗസ് എന്ന് വിളിക്കുന്നത്. ഇനി അതൊരു ഗേൾ ആണെങ്കിൽ സ്പൗസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹസ്ബൻഡിനെ ആണ് ഈ സ്പൗസ് എന്ന് വിളിക്കുന്നത്. അപ്പം സുന്ദർ പിച്ചയുടെ സ്പൗസായ അഞ്ജലി പിച്ചയും സുന്ദർ പിച്ചയും IIT ഖരഗ്പൂരിൽ പഠിച്ചിരുന്ന കുട്ടികളായിരുന്നു. അവർ നിലവിലെ സാഹചര്യത്തിൽ നമ്മളുടെ സുന്ദർ പിച്ചൈ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെയും ആൽഫബറ്റിൻ്റെയും CEO ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പം സുന്ദർ പിച്ചയ്ക്കും അഞ്ജലി പിച്ചയ്ക്കുമാണ് ഈ ഡോക്ടറേറ്റ് നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെക്കുറിച്ചാണ്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇതെല്ലാം ഇന്ത്യയുടെ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഓഫീസുകളാണ്. അതായത് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം അല്ലെങ്കിൽ അറ്റോർണി ജനറൽ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫീസർ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് അറ്റോർണി ജനറൽ. ഇതെല്ലാം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസാണ്. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് ഒരു നിയമം മൂലം
ഒരു സ്റ്റാറ്റ്യൂട്ട് മൂലം നിലവിൽ വരുന്ന ഒരു ബോഡിയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലാണ്. അപ്പോൾ നമ്മളുടെ സെബിയും പുതിയതായിട്ടൊരു AI ചാറ്റ് ബോട്ടിനെ പുറത്തിറക്കി. അതിൻ്റെ പേര് എന്ന് പറയുന്നത് സേവ എന്നുള്ളതാണ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത വേർഡ് തന്നെയാണ്. അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് സെബിയുടെ വിർച്വൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പേരിൻ്റെ അബ്രിവേഷനാണ് ഈ സേവ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ വിർച്വൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് സേവ എന്ന് പറയുന്ന AI ചാറ്റ് ബോട്ടിനെ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സെബിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മാധുരി പുരി പുഞ്ചാണ്. ആദ്യമായിട്ടാണ് ഒരു വനിത സെബിയുടെ ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വിമൻ ഹു ബിക്കെയിം ദ ചെയർപേഴ്സൺ ഓഫ് സെബി എന്ന് ചോദിച്ചാലും നമ്മളുടെ മാധുരി പുരി പുഞ്ച് തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ അപ്പോയിൻമെൻ്റ് ആണ്. ഇറാൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് മസൂദ് പെസഷ്ക്യാനെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇറാൻ്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു ചോപ്പർ അറ്റാക്കിലൂടെ മരണപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം റൈസിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മസൂദ് പെസഷ്ക്യാൻ ഇറാൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നത്. ഇറാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടെഹ്റാനാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇറാൻ്റെ ആത്മീയ നേതാവും ഇറാൻ്റെ സുപ്രീം ചീഫ് കമാൻഡർ എന്ന് പറയപ്പെടുന്നത് ആയത്തുള്ള ഖമേനിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ആർട്ടിക്കിൾ 315, ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 315 ആണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. UPSC എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹയസ്റ്റ് എക്സാമിനേഷൻ നടത്തുന്ന ഒരു ഏജൻസിയാണ് UPSC എന്ന് പറയുന്നത്. സോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നമുക്കറിയാം സിവിൽ സർവീസ് എക്സാമിനേഷൻ, നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള എക്സാമിനേഷൻസ് എല്ലാം നടത്തുന്നത് UPSC ആണ്. സോ UPSCയുടെ പുതിയ ചെയർമാൻ പ്രീതി സുദാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ UPSC ചെയർപേഴ്സൺ ആയിട്ട് പ്രീതി സുദൻ അപ്പോയിൻറ്റഡ് ആയി എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. UPSCയുടെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. മനോജ് സോണിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് പ്രീതി സുദൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ടെന്നീസ് താരമായ രോഹൻ ബൊപ്പണ്ണയെ കുറിച്ചാണ്. നമുക്കറിയാം, പാരീസ് ഒളിമ്പിക്സിലെ തോൽവിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത്. നമ്മളുടെ എക്സാമിനേഷൻസിന് ഒരു വ്യക്തിയുടെ പേര് തന്നതിന് ശേഷം ഇന്ത്യയിലെ ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തുകൊള്ളുക, ഇന്ത്യയുടെ ടെന്നീസ് താരമാണ് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് രോഹൻ ബൊപ്പണ്ണ നമുക്ക്. കാരണം 2024 തന്നെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തി കൂടിയാണ് രോഹൻ ബൊപ്പണ്ണ എന്ന് പറയുന്നത്. നമുക്കറിയാം, സിവിലിയൻ അവാർഡിലെ ഏറ്റവും 4th പൊസിഷനിൽ വരുന്ന ഒന്നാണ് ഈ പത്മശ്രീ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് ഭാരത് രത്നയാണ്. രണ്ടാമത്തെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് പത്മവിഭൂഷണും, മൂന്നാമത്തത് പത്മഭൂഷണും, നാലാമത്തത് പത്മശ്രീയുമാണ്. അപ്പോൾ 2024 രോഹൻ ബൊപ്പണ്ണയ്ക്ക് പത്മശ്രീ കിട്ടുന്നത്. 2018 സ്പോർട്സിലെ അവാർഡായ അർജുന അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതും എക്സാമിനേഷന് ചോദിക്കാറുള്ളതാണ്. അർജുന അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതിനോട് കൂടി തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതായത് ദ്രോണാചാര്യ അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. സ്പോർട്സിലെ ബെസ്റ്റ് കോച്ചുകൾക്ക് നമ്മൾ നൽകുന്ന അവാർഡാണ് ഈ ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രോഹൻ ബൊപ്പണ്ണയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 2023 ഒരു കോഫി കോൺഫറൻസ് ഇന്ത്യയിൽ നടന്നിരുന്നു. അതെവിടെയാണ് എന്ന് എക്സാമിനേഷന് ചോദിക്കാറുണ്ടായിരുന്നു. 2023 കോഫി കോൺഫറൻസ് നടന്നിരിക്കുന്നത് നമ്മളുടെ കർണാടകയുടെ ക്യാപിറ്റലായ ബംഗളൂരുവിൽ വെച്ചാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബംഗളൂരു ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സ്റ്റേറ്റ് എസ്പെഷ്യലി ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകയാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചായ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആസാം ആണ് എന്നുള്ള കാര്യം ഓർക്കുക. നമ്മൾ ആസാം ആപ്പിൾ വാലി ടീ വെച്ച് നമുക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്ത് വെക്കാവുന്ന ഒന്നാണ്. അപ്പം നമ്മളിപ്പോൾ രോഹൻ ബൊപ്പണ്ണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കാം 2023 കോഫി കോൺഫറൻസ് ബംഗളൂരിൽ വെച്ച് നടന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്? കാരണം 2023 കോഫി കോൺഫറൻസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രോഹൻ ബൊപ്പണ്ണയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി ബൊപ്പണ്ണയ്ക്ക് മറ്റുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാൻഡ് സ്ലാം നേടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതും നമ്മളുടെ രോഹൻ ബൊപ്പണ്ണ തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക.
അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെനിൻസുല എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചാണ്. വെനിൻസുലയുടെ പ്രസിഡൻ്റായിട്ട് നിക്കോളാസ് മഡുറോനെ ഒന്നുകൂടി തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 3ാം തവണയാണ് വെനിൻസുലൻ പ്രസിഡന്റ് പദവിയിലേക്ക് നിക്കോളാസ് മഡുറോ എത്തുന്നത്. നമുക്കറിയാം വെനിൻസുലയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കാരക്കാസ് ആണ്. വെനിൻസുലയുടെ കറൻസി എന്ന് പറയുന്നത് വെനിസ്വേലിയൻ സോവറിൻ ബൊലീവറാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിനേഷൻസിന് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഗവർണർമാർ എന്നുള്ളത്. ഈ 2024 ജൂലൈയിൽ പുതിയ ഗവർണർമാരെ തീരുമാനിച്ചു. നമുക്കറിയാം ഗവർണർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. ഏതൊക്കെ പുതിയ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറികളിലുമാണ് ഗവർണർമാർ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ പുതിയതായിട്ട് വന്ന ഗവർണർമാരുടെ ലിസ്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി നമ്മൾ നോക്കുന്നത് പുതുച്ചേരിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ്. പുതുച്ചേരിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണർ കെ കൈലാഷ് നാഥാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ പുതുച്ചേരി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് കേന്ദ്രഭരണ പ്രദേശമാണ്. എന്താണ് ഈ പുതുച്ചേരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന ഒരു യൂണിയൻ ടെറിട്ടറി കൂടിയാണ് ഈ പറയുന്ന പുതുച്ചേരി. നമുക്കറിയാം പഴയ പോണ്ടിച്ചേരിയാണ് ഈ പുതുച്ചേരി എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലും പിന്നീട് നമ്മുടെ കേരളത്തിലെ മാഹി എന്ന് പറയുന്ന സ്ഥലം, അതായത് കേരളത്തിലല്ല, അത് സത്യത്തിൽ ഇത് പുതുച്ചേരിയുടെയാണ് ഈ മാഹി എന്ന് പറയുന്നത്. അത് നമ്മുടെ കണ്ണൂരിൻ്റെ അടുത്തായി കിടക്കുന്ന ഒന്നാണ്. ഇനി നമ്മുടെ ആന്ധ്രാപ്രദേശിലെ യാനം എന്ന് പറയുന്ന സ്ഥലവും ഇതും പുതുച്ചേരിയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ 3 സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ പുതുച്ചേരിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. കെ കൈലാഷ് നാഥാണ് പുതുച്ചേരിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണർ. ഇനി തെലങ്കാന, ഇന്ത്യയിൽ അവസാനമായി രൂപീകരിച്ച സംസ്ഥാനമാണ് നമ്മളുടെ തെലങ്കാന. തെലങ്കാനയുടെ ഗവർണർ എന്ന് പറയുന്നത് ജിഷ്ണു ദേവ് വർമ്മയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി സിക്കിമിൻ്റെ ഗവർണർ എന്നറിയപ്പെടുന്നത് ഓം പ്രകാശ് മാത്തൂറാണ്. നമ്മളുടെ ജാർഖണ്ഡിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് സന്തോഷ് കുമാർ ഗ്യാങ്വാർ ആണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ ഛത്തീസ്ഗഡിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് രമൺ ദേക്കയാണ്. ഇനി നമ്മളുടെ പ്രധാനപ്പെട്ട ഗവർണർ ലിസ്റ്റിൽ അടുത്തതായി നമുക്ക് വരുന്നത് മേഘാലയയുടെ ഗവർണറാണ്. മേഘാലയയുടെ ഗവർണറായി നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് CH വിജയ് ശങ്കറിനെയാണ്. ഇനി മഹാരാഷ്ട്രയുടെ ഗവർണർ എന്ന് പറയുന്നത് CP രാധാകൃഷ്ണനാണ്. പഞ്ചാബിൻ്റെ ഗവർണർ എന്നറിയപ്പെടുന്നത് ഗുലാബ് ചന്ദ് കഥാരിയാണ്. പഞ്ചാബിൻ്റെ ഗവർണറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം തന്നെയാണ് ചണ്ഡീഗഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അതായത് പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ക്യാപിറ്റലാണ് ഈ ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. ചണ്ഡീഗഡ് ഇന്ത്യയിലെ ഒരു യൂണിയൻ ടെറിട്ടറി കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടി നമുക്ക് ഒരൊറ്റ ഹൈക്കോർട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. അതുപോലെ ആസാമിനും മണിപ്പൂരിനും കൂടി ഒരു ഒറ്റ ഗവർണറിനെയാണ് നമ്മൾ ഇത്തവണ നിയമിച്ചിരിക്കുന്നത്. അത് ലക്ഷ്മൺ പ്രസാദ് ആചാര്യാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മളുടെ രാജസ്ഥാൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനവും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് കൂടിയാണ് രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ ഗവർണറായിട്ട് നമ്മൾ നിയമിച്ചിരിക്കുന്നത് ഹരിഭാവു കിസാൻ റാവു ഭാങ്ഡെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഗവർണേഴ്സിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മളൊരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് നമ്മൾ നോക്കുന്നത്. 2024 ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മളുടെ സുധാമൂർത്തിക്കാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമുക്കറിയാം August 1 ബാലഗംഗാധര തിലകുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അവാർഡ് നമ്മൾ നൽകുന്നത്. സുധാമൂർത്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2023 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വ്യക്തിയാണ്. സുധാമൂർത്തി നമ്മളുടെ നോമിനേറ്റഡ് MP ആണ് രാജ്യസഭയിൽ എന്നുകൂടി ഓർത്തുകൊള്ളുക. നമുക്കറിയാം രാജ്യസഭ MPമാരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. എന്നാൽ ലോകസഭ MPമാരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഇനി നമ്മളുടെ ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നതും 5 വർഷമാണ്. എന്നാൽ രാജ്യസഭയുടെ കാലാവധി ഒരു പെർമനൻറ്റ് ബോഡിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഈ 2024 ലോകമാന്യ തിലക് അവാർഡാണ് നമ്മളുടെ സുധാമൂർത്തിക്ക് കിട്ടിയിരിക്കുന്നത്. സുധാമൂർത്തി ഒരു എഴുത്തുകാരിയാണ്, സാമൂഹിക പ്രവർത്തകയാണ് എന്നൊക്കെ കാര്യം നമുക്ക് അറിയാം. എന്നാൽ 2023 ലോകമാന്യ തിലക് അവാർഡ് കിട്ടിയത് നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയറാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. 2024 വനിതാ ഏഷ്യ കപ്പിൻ്റെ കിരീടം നേടിയത് ശ്രീലങ്കയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീലങ്ക 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയത്. നമുക്കറിയാം ഇത്തവണത്തെ 2024 വനിതാ ഏഷ്യ കപ്പ് കിരീടത്തിൻ്റെ വെന്യൂ ഏതാണ് എന്ന് ചോദിക്കും. അതും ശ്രീലങ്ക തന്നെയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇത്തവണത്തെ മത്സരം എന്ന് പറയുന്നത് 2020 ഫോർമാറ്റിലായിരുന്നു മത്സരം നടത്തിയിരുന്നത്.
നമ്മളുടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹർമീത് പ്രീത് കൗർ ആയിരുന്നു. സാധാരണഗതിയിൽ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഹർമീത് പ്രീത് കൗർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് ഹർമീത് പ്രീത് കൗർ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി 2025 പുരുഷ ഏഷ്യ കപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിക്കും. അത് നമ്മളുടെ ഇന്ത്യയിലാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. 2025 പുരുഷ ഏഷ്യ കപ്പ് ഇന്ത്യയിലും 2027 പുരുഷ ഏഷ്യ കപ്പ് നടക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലുമാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാർക്ക് ഓക്സിജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. ഡാർക്ക് ഓക്സിജൻ കണ്ടുപിടിച്ചത് ഏത് ഓഷനിലാണ് എന്നുള്ള കാര്യം ചോദിക്കും. ഡാർക്ക് ഓക്സിജൻ ഈ അടുത്ത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് പസഫിക് ഓഷനിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കിങ് ഇൻഡെക്സ് എന്നീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. സ്ഥിരമായി എക്സാമിനേഷൻസിന് ചോദിക്കാറുള്ള ഒന്നാണ് റാങ്കിങ് ഇൻഡെക്സ്. ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2024 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. 2024 പുറത്തിറങ്ങിയ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിനാണ്. അതായത് സിംഗപ്പൂരിൻ്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് 195 രാജ്യങ്ങളിലേക്കാണ് എൻട്രി കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ സിംഗപ്പൂരാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഇനി നമ്മളുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 82ാമത്തെ സ്ഥാനമാണ് നമ്മളുടെ ഇന്ത്യക്ക് ഉള്ളത്. സോ ഹെൻലി പാസ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിക്കും. 82ാമത്തെ സ്ഥാനമാണ്. എല്ലാ എക്സാമുകളിലും ഇന്ത്യയുടെ പൊസിഷനാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. സോ 82ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് 58 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ നമ്മൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം ഏഷ്യയിലും യൂറോപ്പിലും കൂടി ഉള്ള ഒരു രാജ്യമാണ് നമ്മളുടെ തുർക്കി എന്ന് പറയുന്നത്. 97% ഏഷ്യയിലും 3% യൂറോപ്പിലും കിടക്കുന്ന രാജ്യമാണ് തുർക്കി. തുർക്കി ഈ 2024 ഓഗസ്റ്റിൽ ഇൻസ്റ്റഗ്രാമിന് വിലക്കേർപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിന് വിലക്കേർപ്പെടുത്തിയ രാജ്യം തുർക്കിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. തുർക്കിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എർദോഗാനാണ്. തുർക്കിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അൻകാരയാണ് എന്നുള്ള കാര്യം ഓർക്കുക. തുർക്കിയുടെ കറൻസി എന്ന് പറയുന്നത് ടർക്കിഷ് ലിറയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബോളിവുഡ് ആക്ടറായ ഷാറുഖ് ഖാന് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആക്ടറിന് ഗോൾഡ് കോയിൻ വെച്ച് ഒരു ഹോണർ കിട്ടി. അത് മറ്റാരുമല്ല, നമ്മളുടെ ഷാറുഖ് ഖാനാണ്. പാരീസിലെ ഗ്രീവൻ മ്യൂസിയമാണ് ഈ ആദരിക്കൽ നമ്മളുടെ ഷാറുഖ് ഖാനോട് ചെയ്തത്. അതായത് ഈ ഗ്രീവൻ മ്യൂസിയം എന്ന് പറയുന്നത് ഒരു വാക്സ് മ്യൂസിയമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടറായിട്ട് അങ്ങനെ ഷാറുഖ് ഖാനെ അവർ തിരഞ്ഞെടുക്കുകയാണ്. കോയിൻ മുഖം മുദ്രണം ചെയ്തുകൊണ്ടാണ് നമ്മളെ ഷാറുഖ് ഖാനോടുള്ള ആദരവ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു മരണ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. 18 പേരുടെ മരണത്തിനിടയായ ശൗര്യ എയർലൈൻസ് വിമാനാപകടത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എവിടെയാണ് ഈ ശൗര്യ എയർലൈൻസ് വിമാനാപകടം നടന്നത് എന്ന് നമ്മുടെ എക്സാമിനേഷന് ചോദിക്കും. നേപ്പാളിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ പറയുന്ന ശൗര്യൻ എയർലൈൻസ് വിമാന അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് KP ശർമ്മ ഓലിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അതുപോലെ നേപ്പാളിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കാഠ്മണ്ഡു ആണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതോടുകൂടി ഈ ആഴ്ചത്തെ എഡുകാരൻ്റെ വീക്ക്ലി കറണ്ട് അഫെയർ സെഷൻ അവസാനിക്കുന്നു. താങ്ക് യു. ബൈ.